താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് മോഹൻ കമ്മീഷൻ തെളിവെടുപ്പിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും. തിരൂർ ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന തെളിവെടുപ്പിൽ 53 സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. 2023 മെയ് 7-നാണ് 22 പേരുടെ ജീവഹാനിക്ക് കാരണമായ താനൂർ ബോട്ട് അപകടം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, എപ്പോഴാണ് തെളിവെടുപ്പ് നടക്കുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 11 മണി മുതൽ തെളിവെടുപ്പ് ആരംഭിക്കും. ആകെ 103 സാക്ഷികളാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 50 പേരുടെ തെളിവെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു. ശേഷിക്കുന്ന 53 പേരുടെ തെളിവെടുപ്പാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഈ മാസം 30-ാം തീയതി ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമ്പൂർണ്ണമാക്കാനാണ് ജസ്റ്റിസ് മോഹൻ കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്തത്തിനുണ്ടായ കാരണങ്ങൾ, ഭാവിയിൽ ഇത്തരം ദുരന്തം ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവയെല്ലാം ഈ അന്വേഷണ കമ്മീഷൻ വിശദമായി പരിശോധിക്കും. അന്വേഷണം നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്, അതായത് മുൻകാലങ്ങളിലെ ദുരന്തത്തിൽ ഉണ്ടായ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ വകുപ്പുകൾ സ്വീകരിച്ച നടപടി തുടങ്ങി വിശദമായി ഉള്ള ഒരു പരിശോധനയാണ് ജസ്റ്റിസ് മോഹൻ കമ്മീഷൻ നടത്തുന്നത്. അതിൽ ദുരന്തത്തിൽ ഉൾപ്പെട്ടവർ, അവരുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ നാട്ടുകാർ, ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ഇതിന് ഈ മറ്റ് നഷ്ടപരിഹാരങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ അവയ്ക്ക് ആവശ്യമായ നടപടികൾ സർക്കാരിനെ സമർപ്പിക്കുക തുടങ്ങിയവയാണ് ഈ അന്വേഷണ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അതിന്റെ തെളിവെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 53 പേരുടെ തെളിവെടുപ്പ് നേരത്തെ പൂർത്തിയായതാണ്. ശേഷിക്കുന്നവരുടെ തെളിവെടുപ്പുകളാണ് ഇന്ന് വീണ്ടും ആരംഭിക്കുന്നത്. ലക്ഷ്മി, മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.